ഇന്നിപ്പോൾ കണ്ട ഈ കാഴ്ച ഇതിനെ നമ്മൾ എങ്ങനെ നിരീക്ഷിക്കണം ശ്രീ പി ചേക്കുട്ടി? അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് പരമാവധി ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ പരീക്ഷണം CPM നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് NSS ആയാലും ശരി, SNDPയുടെ വെള്ളാപ്പള്ളി ആയാലും ശരി, ഇപ്പൊ പ്രധാനമന്ത്രിയെ പോലുള്ള ആൾദൈവങ്ങളായാലും ശരി, അവരുടെയൊക്കെ സഹായത്തോടുകൂടി തങ്ങളുടെ അധികാരം വീണ്ടും ഉറപ്പിച്ചെടുക്കാൻ സാധിക്കുമോ എന്നാണ് അവർ നോക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനോട് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പൊതുസമൂഹവും കേരളത്തിലുണ്ട്. CPM അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള നിലപാടുകളെ, വിശ്വാസ പ്രമാണങ്ങളെ, ദർശനങ്ങളെ ഒക്കെ ബലികഴിക്കുന്നു എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് കേരളത്തിന്റെ സമൂഹത്തിൽ ഒരു ബഹുസ്വര സമൂഹമാണ് കേരളം. അവിടെ ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള സാമൂഹിക വിഭാഗത്തിന്റെ ആളുകളുമായിട്ട് ഒരു സർക്കാർ അമിതമായിട്ടുള്ള ഒരു പ്രണയബന്ധം സ്ഥാപിക്കുമ്പോഴും അത് കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിൽ വളരെ നിഷേധാത്മകമായിട്ട് നിരവധി തരംഗങ്ങൾ ഉണ്ടാക്കാൻ ഇടയുണ്ട്. അത് അവരങ്ങനെ മനസ്സിലാക്കിയിട്ടാണോ അല്ല അങ്ങനെ തന്നെ ഒരു ഹിന്ദു ഏകീകരണം സാധിച്ചെടുക്കണം എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ശരി, ഒരു ഹിന്ദു പ്രീണന നയം ഇപ്പോ CPM-നകത്തുണ്ട്. അവർ പക്ഷേ ഒരു പഴയ തെറ്റിദ്ധരുത്തലും കൂടിയായിരിക്കും. കാരണം അമൃതാനന്ദമയ്യെ കുറിച്ച് അവരുടെ ചാനലിൽ ഒക്കെ തന്നെ നടത്തിയിരിക്കുന്ന കുപ്രചാരണങ്ങൾ, അനാവശ്യമായ വ്യക്തിഹത്യ, അതൊക്കെ എത്രയോ കാലങ്ങളായി കേരളം കണ്ടിട്ടുള്ളതാണ്. അതിന്റെ പേരിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു തവണയെങ്കിലും അവർക്ക് നിരവധി വോട്ടുകൾ നഷ്ടപ്പെടാനിടയായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മുൻകാലങ്ങളിൽ അവർ നിന്ദിച്ച ഒരാളെ ഇപ്പൊ പോയിട്ട് തൊഴുകയോടുകൂടി അവരുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നത് തങ്ങൾ പണ്ട് ചെയ്തു പോയ തെറ്റിനുള്ള ഒരു പരിഹാരം എന്നതിൽ കൂടിയായിരിക്കും. അതെനിക്ക് അറിയില്ല, പക്ഷെ അങ്ങനെയാവാൻ സാധ്യതയുണ്ട്.